ആഗോള പട്ടിണി സൂചികയിലും മാനവ വികസന സൂചികയിലും വിശപ്പ് സൂചികയിലുമെല്ലാം പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അതിൻ്റെയെല്ലാം ഇരകളാവുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. നമ്മുടെ രാജ്യത്തെ 55% സ്ത്രീകൾ മതിയായ പോഷകാഹാരം ലഭിക്കാത്തവരാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായി മുഴങ്ങിക്കേൾക്കുന്ന ഒരു മുദ്രാവാക്യം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. എന്നാൽ അതാണോ രാജ്യത്ത് നടക്കുന്നത്? ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 148 രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ 131ാമതാണ് നമ്മൾ. അത്ര പരിതാപകരമായ അവസ്ഥയിലാണ്. അതിന് മറയിടാനാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. 2014 BJP അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഇല്ലാതാക്കുമെന്നായിരുന്നു. എന്നാൽ ആ അതിക്രമങ്ങളുടെ എണ്ണത്തിൽ 70% വർധനവാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായത്. ഇവയിൽ പലതിലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ പോലും മോചിപ്പിച്ച് മാലയിട്ട് സ്വീകരിക്കുന്ന ലജ്ജാകരമായ കാഴ്ചയാണ് രാജ്യത്തിന് കാണേണ്ടി വന്നത്. കത്വ, ഹത്രസ്, ഉന്നാവോ സംഭവങ്ങൾ രാജ്യത്തെ ആകെ നടുക്കിയവയാണ്. കത്വ സംഭവത്തിൽ കുറ്റവാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് 2 BJP മന്ത്രിമാരായിരുന്നു. ഉത്തർപ്രദേശിലാണ് ഹത്രസ്. ആ ഹത്രസിൽ ഒരു ദളിത് പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. ആ മരണം പുറത്തു വരാതിരിക്കാൻ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുകയാണ് UPയിലെ പോലീസ് ചെയ്തത്. ഒരാഴ്ചയോളം സംഭവം UP സർക്കാർ മൂടിവെച്ചു. കൊല്ലപ്പെട്ട പെൺകുട്ടിയെ അപമാനിക്കാനാണ് അന്ന് BJP നേതാക്കൾ ശ്രമിച്ചത്. UPയിലെ ഉന്നാവോയിൽ ദളിത് പെൺകുട്ടികൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയത് ഒരു BJP MLA ആയിരുന്നു. മറ്റൊരു ദളിത് പെൺകുട്ടിയെ 2 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും പരാതി കൊടുത്തപ്പോൾ ആ പെൺകുട്ടിയെ തീ കൊളുത്തി കൊല്ലുകയും ചെയ്തു. ഇതിനോടൊന്നും പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരോ അതിന് നേതൃത്വം നൽകുന്ന സംഘപരിവാറോ തയ്യാറായില്ല. ഇരകളെ അപമാനിക്കാൻ അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള പൊള്ളയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, നാരീശക്തി, ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോഴും സ്ത്രീകൾക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്തുണ നൽകാൻ ഉതകുന്ന കാര്യമായ പദ്ധതികളൊന്നും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നില്ല. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കാനുള്ള വർമ്മ കമ്മീഷൻ ശുപാർശകൾ കൃത്യമായി നടപ്പാക്കിയിട്ടുമില്ല. സ്ത്രീ സുരക്ഷാ പദ്ധതികൾക്കുള്ള ബജറ്റ് നീക്കിയിരിപ്പുകൾ തുച്ഛമാണ്. നിർഭയ പോലെയുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നു. നടപ്പാക്കിയ പദ്ധതികളിൽ പലതിനുമുള്ള തുകയുടെ ഭൂരിഭാഗവും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിനിയോഗിച്ച തുകയാകട്ടെ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു എന്നാണ്
കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവയിലെ വനിതാ സംവരണമാകട്ടെ ഇന്നും നടപ്പാക്കപ്പെടാത്ത കാര്യമായി കിടക്കുന്നു. കേന്ദ്ര സർവീസുകളിൽ സ്ത്രീ പ്രാതിനിധ്യത്തിൽ കുറവുണ്ടാവുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളിലും കുറവുണ്ടാവുകയാണ്. കേന്ദ്ര സർക്കാർ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നത് ആകെ ബജറ്റിൻ്റെ 2% താഴെ മാത്രമാണ്. കോടിക്കണക്കിന് സ്ത്രീകൾ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കുകയാണ്. പോഷകാഹാരക്കുറവ് മൂലം സ്ത്രീകളും കുട്ടികളും മരണപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് ICDS പദ്ധതിയുടെ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. LDF അധികാരത്തിലേക്കുള്ള കേരളത്തിൽ ശിശുമരണ നിരക്ക് നമ്മുടെ ലോകത്തിലെ വികസിത രാജ്യങ്ങളെ മറികടന്നിരിക്കുന്നു എന്നതാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്.